10-20 കൊല്ലമായി ക്യാമ്പസിനകത്ത് KSUവിൻ്റെ K എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇടുമറി കൊണ്ടുപോയിട്ട് ആളുകളെ ആക്രമിക്കുന്ന സമീപനം കൊണ്ട് കൊല്ലങ്ങളായി ഞങ്ങൾ തുടങ്ങിയതാണ്. ഈ വർഷം തുടങ്ങി, യൂണിറ്റ് തുടങ്ങി, റിബിൻ്റെ നേതൃത്വത്തിൽ KSUവിൻ്റെ പ്രവർത്തനങ്ങളായി മുന്നോട്ട് പോവുക. പ്രിൻസിപ്പളെ കഴിഞ്ഞ ദിവസം നമ്മൾ കാണാൻ വേണ്ടി വന്നു, അന്ന് വരെ തടഞ്ഞു. പക്ഷേ നമ്മൾ അന്ന് പ്രിൻസിപ്പളെ കണ്ടു മടങ്ങി. ഇന്ന് നമ്മൾ അതിനുശേഷം KSUവിൻ്റെ കൊടിമരം വെച്ചു, കൊടിമരം SFI നശിപ്പിച്ചു, കൊടി വെച്ചു, അത് നശിപ്പിച്ചു. ഇൻസ്റ്റഗ്രാമിൽ ഒരു വിദ്യാർത്ഥി കമൻ്റ് ഇട്ടു എന്നതിൻ്റെ പേരിൽ ഇടുമുറിയുണ്ട് ഈ ക്യാമ്പസിൽ, ആയുധങ്ങൾ സൂക്ഷിക്കുന്ന ഇടിമുറിയുണ്ട് ഈ ക്യാമ്പസിൽ. ആ ഇടുമുറിയിൽ കൊണ്ടുവന്നൊരു വിദ്യാർത്ഥി ആക്രമിക്കുന്നു. ഏത് തരത്തിലാണ് ഈ ക്യാമ്പസിനകത്ത് പ്രവർത്തനങ്ങൾ നടക്കുന്നത്? ഇത് പൊതുസമൂഹം അറിയണം, പൊതുസമൂഹം അറിഞ്ഞേ മതിയാവും ആ നിലയിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. നമ്മളിന്ന് നിങ്ങൾ മാധ്യമങ്ങൾ ഇവിടെ ഉണ്ട്. നമ്മൾ 4 KSU നേതാക്കന്മാർ ഈ ക്യാമ്പസിനകത്തേക്ക് പോവുക, പ്രിൻസിപ്പളെ കാണാൻ വേണ്ടി പോവുക. ആ പ്രിൻസിപ്പളെ കാണാൻ വേണ്ടി പോകുന്ന സമയത്ത് 10-50 SFIയുടെ നേതാക്കന്മാരും ഇവിടുത്തെ ITയിലെ പ്രവർത്തകരെന്ന് പറയാൻ പറ്റില്ല, ഗുണ്ടകൾ നമ്മളെ തടയുന്നു. എന്തിനു തടയുന്നു? പ്രിൻസിപ്പളെ കാണാൻ വേണ്ടി പോയ KSU നേതാക്കന്മാരെ SFIയുടെ നേതാക്കന്മാർ തടയാൻ അവകാശം കൊടുത്തു. എന്തിനു അവർ തടയണം? അവരാരാ ഞങ്ങളെ തടയാൻ? ഈ കുട്ടീനെ, ഈ റിബിൻ എന്ന് പറയുന്ന റിബിൻ അല്ലേ, റിബിൻ, ആ കുട്ടിക്ക് മർദ്ദനമേറ്റ് ഏതാണ്ട് 15 മിനിറ്റോളം അവിടെ കിടക്കുന്ന സാഹചര്യം ഉണ്ടായി. പോലീസ് ഇടപെട്ടില്ല, അധ്യാപകർ പോലും ആശുപത്രി ഞങ്ങൾ അടി കിട്ടുന്ന ഞങ്ങളെ പോലീസ് ലാത്തി കൊണ്ട് അടിച്ച് ഞങ്ങളെ മാറ്റുന്നു. SFIക്കാർക്ക് അവിടെ അടിക്കാൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുക്കുന്നു. 10-40 SFIയുടെ ഗുണ്ടകൾ ചേർന്ന് ഒരു വിദ്യാർത്ഥിയെ ക്രൂരമായി ഒരു കരുണയും കൂടാതെ മർദ്ദിക്കുന്നു. അവസാനം SFI അടിച്ച് കഴിഞ്ഞ് അവർ പിരിഞ്ഞു പോയതിനു ശേഷം ആ പയ്യൻ അവിടെ കിടക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങൾ ഇവിടുന്ന് ആക്രോശിച്ച സമയത്ത് പോലീസുകാർ അവിടുന്ന് റിബിനെ എടുത്ത് കൊണ്ടുവരും. ആ ദൃശ്യം നിങ്ങൾ കണ്ടാൽ ബോധരഹിതനായി റിബിനെ 4 സൈഡിൽ നിന്ന് പിടിച്ച് കൊണ്ടുവരുന്ന ദൃശ്യം നമ്മൾ കണ്ടതല്ലേ? എന്താ റിബിൻ ചെയ്ത തെറ്റ്? ഇവിടെ കൊടി കുത്തിയതോ, കൊടിമരം വെച്ചതോ, വിദ്യാർത്ഥി എന്നതിൽ ഈ ക്യാമ്പസിനകത്ത് പഠിക്കുന്നതോ? അതാണ് റിബിൻ ചെയ്ത തെറ്റ്. SFI എന്താ വിചാരിക്കുന്നത്? എന്ത് തോന്നിയവാസവും എല്ലാ കാലവും ഇവിടെ നടത്തിക്കൊണ്ട് പോകാമെന്നാണ്? അതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല. മരണം സംഭവിച്ചായിരുന്നു ഈ ക്യാമ്പസിനകത്ത് ജനാധിപത്യം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടങ്ങൾ ഞങ്ങൾ തുടരും.